ഓം ഗം ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം. ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ ന പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. എല്ലാവർക്കും വാൽമീകി രാമായണത്തിലേക്ക് സ്വാഗതം. ആരണ്യകാണ്ഡത്തിലെ 42-ാമത്തെ അധ്യായമാണ് വ്യാഖ്യാനം പറയുന്നത്. 42-ാം സർഗം. രാവണൻ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് മാരീചാശ്രമത്തിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു. മാരീചനോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ചെന്ന് പറയുകയാണ്, നീ വെള്ളിപുള്ളികളുള്ള ഒരു സ്വർണ്ണമാനായി തീർന്ന് രാമൻ്റെ ആശ്രമത്തിൽ ചെന്ന് സീതയെ മോഹിപ്പിക്കണം എന്നാണ് രാവണൻ പറഞ്ഞത് എന്ന് മാരീചനോട് രാവണൻ ആവശ്യപ്പെട്ടു. രാമനും ലക്ഷ്മണനും മാനിൻ്റെ പിന്നാലെ പോയ സമയത്ത് തനിച്ചായ സീതയെ ഞാൻ അപഹരിച്ചു കൊള്ളാം എന്ന് രാവണൻ്റെ വാക്കുകേട്ട മാരീചൻ വല്ലാതെ ഭയപ്പെട്ടു. രാമൻ്റെ പരാക്രമത്തെക്കുറിച്ച് നന്നായി അറിയുന്ന മാരീചൻ രാവണനെ ഈ ക്രൂരകൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പല പല വാക്യങ്ങളും ഉപദേശിച്ചു. പക്ഷേ രാവണൻ അതൊന്നും വകവച്ചില്ല, അനുസരിക്കാൻ തയ്യാറായില്ല. എൻ്റെയും നിൻ്റെയും ലങ്കയുടെയും ഹിതമനുസരിച്ച് ഞാൻ ഏറെ തടുത്തിട്ടും നീ ബലാത്കാരമായി സീതയെ ആക്രമിക്കുമെങ്കിൽ രാമൻ്റെ ശരമേറ്റ് നീ ബന്ധുക്കളോടൊത്ത് യമലോകത്തിലെത്തും എന്ന് പരുഷമായി തന്നെ മാരീചൻ പറയും. മാരീചൻ ചൊല്ലിയ യുക്തവും ഹിതവുമായ വാക്കിനെ കാലചോദിതനായ ആ രാക്ഷസാധിപൻ കൈക്കൊണ്ടില്ല. വളരെ പരുഷമായിട്ടാണ് രാവണൻ അതിന് മറുപടി പറഞ്ഞത്. ഇക്കാര്യം നിശ്ചയിച്ചതിലെ ഗുണദോഷത്തെയോ അപായത്തെയോ ഉപായത്തെയോ ചോദിച്ചെങ്കിലേ നീ ഇങ്ങനെ പറയേണ്ടതുള്ളൂ. ഞാൻ നന്മതിന്മകളെക്കുറിച്ചോ ചെയ്യേണ്ടതിനെക്കുറിച്ചോ നിന്നോട് ചോദിക്കുന്നില്ല. ഈ മഹാകാര്യത്തിന് നീ എന്നെ സഹായിക്കണമെന്നേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. എനിക്ക് വേണ്ടി നീ ഇത് നിർബന്ധമായും ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ ഇവിടെ കൊല്ലും. രാമൻ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് മരിച്ചെന്നും ജീവിച്ചെന്നും വരാം രാമനെ കണ്ടാൽ. പക്ഷേ നീ ഇത് ചെയ്തില്ലെങ്കിൽ നീ ഇപ്പോൾ തന്നെ ഇവിടെ മരിക്കേണ്ടി വരും എന്ന് രാവണൻ മാരീചനെ കോപത്തോടുകൂടി പറഞ്ഞു. ഇത് നല്ല പോലെ ആലോചിച്ച് ഉചിതമായ ചെയ്യാൻ പറയണം. ഈ പ്രതികൂലമായ ആജ്ഞ കേട്ട് നിശാചരനായ മാരീചൻ പരുഷസ്വരത്തിൽ തന്നെ രാവണനോട് മറുപടി പറഞ്ഞു. രാവണൻ്റെ പരുഷവാക്കുകൾ കേട്ട് മാരീചനും പരുഷമായി തന്നെ രാവണനോടും പറഞ്ഞു, നിശാചര, മക്കളും മന്ത്രിമാരും നാടുമടക്കം നിനക്ക് നാശം വരുത്തുന്ന ഈ പ്രവൃത്തി ഏത് ശത്രുവാണ് നിനക്ക് ഉപദേശിച്ചത്? നിനക്ക് ഈ മൃത്യുവിൻ്റെ ദ്വാരം തുറന്നു തന്നത് ആരാണ്? ലോകത്തിൽ അനേകം സജ്ജനങ്ങൾ ശരിയായ ധർമ്മം അനുഷ്ഠിച്ചിട്ടും അന്യരുടെ തെറ്റുകൊണ്ട് അനുയായികളോടൊത്ത് നശിച്ചു പോയിട്ടുണ്ട്. രാവണ, ക്രൂരനും ദുർബുദ്ധിയും അജിതേന്ദ്രിയുമായ നീ നായകനായതുകൊണ്ട് രാക്ഷസരെല്ലാം ഉടൻ നശിച്ചു പോകുമെന്ന് നിശ്ചയമാണ്. കാകതാളീയം പോലെയാണ് എനിക്ക് ഈ ആപത്ത് വന്നത്. പോരിൽ ശത്രുവിൻ്റെ അസ്ത്രമേറ്റു മരിച്ചാൽ ഞാൻ കൃതാർത്ഥനാകും. പക്ഷേ നീ ദുഃഖിക്കേണ്ടി വരും. രാമൻ എന്നെ കൊന്ന് ഉടനെ നിന്നെയും കൊല്ലും.
സീതയെ അപഹരിച്ചാൽ നീയും ബന്ധുക്കളോടൊത്ത് കൊല്ലപ്പെടും. നീയും ഞാനും ലങ്കയും രാക്ഷസന്മാരും പിന്നെ ഉണ്ടാവില്ല. നിനക്ക് നന്മ വരണമെന്നാശിക്കുന്ന ഞാൻ തടുത്തു പറഞ്ഞിട്ടും നീ എൻ്റെ വാക്കു മാനിക്കുന്നില്ല. ആയുസ്സൊടുങ്ങി മരണത്തോട് അടുത്തവർ ആര് പറഞ്ഞാലും അനുസരിക്കാറില്ലല്ലോ എന്നെല്ലാം മാരീചൻ രാവണനോട് പറഞ്ഞു. എങ്കിലും മാരീചൻ രാവണനെ ഭയപ്പെട്ട് ദീനനായി പോകാൻ തയ്യാറായി. രാവണൻ്റെ കൈകൊണ്ട് മരിക്കുന്നേക്കാൾ ഭേദമാണ് രാമൻ്റെ കൈകൊണ്ട് മരിക്കുന്നതെന്ന് ആ മാരീചൻ ചിന്തിച്ചിരിക്കാം. ഏവമുക്താദുവചനം മാരീചോ രാവണം തഥാ ഗച്ഛാവേത്യബ്രവിദ്ദീനോ ഭയാത് രാത്രിഞ്ചര പ്രഭു. മാരീചൻ രാവണനോട് ഇങ്ങനെ പറഞ്ഞ ശേഷം ആ രാത്രിഞ്ചര പ്രഭുവിനെ ഭയപ്പെട്ട് ദീനനായി നമുക്ക് പോകാം എന്ന് അവനോട് പറഞ്ഞു. പോകാൻ തയ്യാറായി ആ മാരീചൻ. ദൃഷ്ടശ്ചാഹം പുനസ്തേന ശരചാപാസിധാരിണ മദ്വധോദ്യതശസ്ത്രേണ വിനഷ്ടം മമ ജീവിതം. രാമൻ എന്നെ കണ്ടാൽ, വീണ്ടും എന്നെ രാമൻ കാണുകയാണെങ്കിൽ ഞാൻ ഉടനെ മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആയുധവും ഏന്തി നിൽക്കുന്ന രാമൻ എന്നെ കണ്ടാൽ ഉടനെ വധിക്കും, അത് ഉറപ്പ് തന്നെയാണ്. രാമനോട് എതിരിട്ട ഒരുവനും ജീവനോടെ മടങ്ങില്ല. യമദണ്ഡമേറ്റ നിനക്ക് പ്രതിരൂപനായി അവൻ നിൽക്കുന്നു. നീ ഇങ്ങനെ ദുരാത്മാവായിരിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യാനാണ്? ഇതാ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. നിശാചര, നിനക്ക് നന്മ വരട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്ത് ആ മാരീചൻ പോവാൻ പുറപ്പെടുകയാണ്. ഈ വാക്ക് കേട്ട് രാവണൻ ഏറെ സന്തോഷിച്ചു. പോകാൻ തയ്യാറായത് കണ്ടപ്പോൾ മാരീചനെ ചേർത്ത് കെട്ടിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഇഷ്ടത്തിനൊത്ത നിൻ്റെ ഈ വാക്ക് വീരതയ്ക്കൊത്തത് തന്നെയാണ്. ഇപ്പോഴാണ് നീ മാരീചനായത്. മുമ്പ് നീ ഏതൊരു രാക്ഷസനായിരുന്നു. ഇതുവരെ പറഞ്ഞ ഉപദേശങ്ങളൊക്കെ രാക്ഷസൻ്റെ ആണത്രേ. ഇപ്പോഴാണ് മാരീചനായി തീർന്നതെന്ന്. രാവണനെ അനുസരിക്കാൻ തയ്യാറായല്ലോ. അപ്പോൾ രാവണൻ അങ്ങനെയാണ് കണ്ടത്. ആരുഹ്യതാമയം ശീഘ്രം രഥോരത്നവിഭൂഷിത മയാ സഹരഥോ യുക്ത പിശാചവദനൈഖരേ. പിശാചവദനങ്ങളായ കഴുതകളെ പൂട്ടിയതാണ് ആ രാവണൻ്റെ രഥം. പിശാചവദനങ്ങളായ കഴുതകളെ പൂട്ടിയതും രത്നങ്ങൾ അണിഞ്ഞതുമായ ഈ തേരിൽ എൻ്റെ ഒപ്പം നീയും വേഗം കയറൂ. പ്രലോഭയിത്വാ വൈദേഹിം യഥേഷ്ടം ഗന്തുമർഹസി താം ശൂന്യേ പ്രസഭം സീതാം ആനയിഷ്യാമി മൈഥിലിം. വൈദേഹിയെ പ്രലോഭിപ്പിച്ചതിന് ശേഷം നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ വേണമെങ്കിൽ പോകാം. പിന്നെ അവിടെ ഒറ്റയ്ക്കാകുന്ന സീതയെ ഞാൻ ബലാത്കാരമായി കൊണ്ടുപോരാം. തതോ രാവണമാരീചോ വിമാനമിവ തം രഥം ആരുഹ്യ യതുശീഘ്രം തസ്മാത് ആശ്രമമണ്ഡലാൽ. പിന്നീട് രാവണമാരീചന്മാർ വിമാനം പോലെയുള്ള ആ തേരിലേറി ആശ്രമത്തിൽ നിന്ന് വേഗം യാത്ര തിരിച്ചു. മാരീചൻ്റെ ആശ്രമത്തിൽ നിന്ന് യാത്ര തിരിച്ചു. ദണ്ഡകാരണ്യത്തിലേക്ക് പോകാണ് അവർ. തഥൈവ തത്ര പശ്യന്തോ പത്തനാനി വനാനി ച ഗിരിംശ സരിതഃ സർവാ രാഷ്ട്രാണി നഗരാണി ചാം. പോകുന്ന വഴിക്ക് അവർ വനങ്ങളും പട്ടണങ്ങളും മലകളും അരുവികളും രാജ്യങ്ങളും നഗരങ്ങളുമെല്ലാം കണ്ടു. സമേത്യ ദണ്ഡകാരണ്യം രാഘവസ്യാശ്രമം തഥാ ദദർശ സഹ മാരീചോ രാവണോ രാക്ഷസാധിപ. ദണ്ഡകാരണ്യത്തിൽ ചെന്നതിന് ശേഷം രാക്ഷസേശ്വരനായ രാവണൻ മാരീചനോടുകൂടി അവിടെയുള്ള ശ്രീരാമൻ്റെ ആശ്രമം കണ്ടു. അവതീര്യരഥാൽ തസ്മാൽ തതക്കാഞ്ചനഭൂഷിതാൽ ഹസ്തേ ഗൃഹീത്വാ മാരീചം രാവണോ വാക്യമബ്രവേത്. അതിനുശേഷം രാവണൻ ആ തേരിൽ നിന്നിറങ്ങി മാരീചൻ്റെ കയ്യിൽ പിടിച്ചിങ്ങനെ പറഞ്ഞു, ഏതദാശ്രമപദം ദൃശ്യതേ ഏതത് രാമാശ്രമപദം ദൃശ്യതേ കദളീവൃതം പ്രിയതാം തൽസഖേ ശീഘ്രം യദർത്ഥം വയമാഗതാ. ഇതാ കദളിവനം, വാഴത്തോട്ടം ചൂടുന്ന രാമൻ്റെ ആശ്രമം കാണപ്പെടുന്നു. നാം വന്ന കാര്യം വേഗം നടത്താം. നമ്മൾ എന്ത് ഉദ്ദേശിച്ചു വന്നോ നീ അത് വേഗം നടത്തിത്തരണം എന്ന് പറഞ്ഞ് ആ മാരീചനെ വിട്ടു. സ രാവണവച ശ്രുത്വാ മാരീചോ രാക്ഷസത്തദാ
മൃഗോ ഭൂതാശ്രമദ്വാരെ രാമസ്യ വിചചാരഃ. രാവണന്റെ വാക്ക് കേട്ട് മാരീച രാക്ഷസൻ അപ്പോൾ ഒരു മാനായി മാറി രാമാശ്രമത്തിന് മുന്നിൽ മേഞ്ഞു നടന്നു. സതദ്രൂപം സമാസ്ഥായ മഹദത്ഭുതദർശനം മണിപ്രവരശൃംഗ്രാഗ്രസിതാസിതമുഖാകൃതി രത്നപത്മോൽപലമുഖേ രത്നപത്മോത്പലമുഖാ ഇന്ദ്രനീലോൽപലശ്രവാ കിഞ്ചിദഭ്യുന്നതഗ്രീവ ഇന്ദ്രനീലദളാധര കുന്ദേന്ദുവക്ത്രസംകാശമധു ഉദരം കുന്ദേന്ദുവക്ത്രസംകാശമുദരം ജാതിഭാസ്വരം മധൂകനിഭപാർശ്വശ്ച പത്മകിഞ്ചൽക്കസന്നിഭാം വൈഡൂര്യസംകാശഗുരസ്തനൂജംഗസ്സു സംഹത ഇന്ദ്രായുധസവർണേന പുച്ഛേനോർധം വിരാജിത മനോഹരസ്നിഗ്ധവർണോ രത്നൈർനാനാവിധൈർവൃത ക്ഷണേന രാക്ഷസോ ജാതോ മൃഗപരമശോഭനാ. പരമശോഭനനായ ഒരു മൃഗമായി തീർന്നു, മാനായിത്തീർന്നു ആ മാരീചൻ എന്ന രാക്ഷസൻ. കണ്ടാൽ ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു രൂപം അവൻ കൈക്കൊണ്ടു. ആ നിശാചരൻ വേഗത്തിൽ തന്നെ നീലക്കൽ കൊമ്പുകളും കറുപ്പും വെളുപ്പുമുള്ള മുഖാകൃതിയും നീലോൽപല കാതും ചെന്താമര പൂവിനൊത്ത മുഖഭംഗിയും അല്പമൊന്നുയർന്ന കഴുത്തിൽ ഇന്ദ്രനീലത്തുണ്ടിന് തുല്യമായ ചുണ്ടുകളും അല്പമൊന്നുയർന്ന കഴുത്തിൽ ഇന്ദ്രനീലത്തുണ്ടിന് സമമായ ചുണ്ടുകളും മുല്ലപ്പൂവിനും ചന്ദ്രനും വജ്രത്തിനുമൊത്ത ഉദരവും ഇരിപ്പപ്പൂ പോലെയുള്ള പള്ളകളും താമരയല്ലി നിറവും വൈഡൂര്യം പോലെയുള്ള കുളമ്പുകളും കനം കുറഞ്ഞ കാലുകളും നല്ല മെയ്യായവും മാരിവിൽ നിറമാർന്നു വിളങ്ങുന്ന ഉയർന്ന വാലും മനോഹര സ്നിഗ്ധവർണ്ണവും നാനാരത്ന പുള്ളികളുമുള്ള ഒരു മാനായിത്തീർന്നു ആ മാരീചൻ എന്ന രാക്ഷസൻ. മായാമൃഗമായി ആ സീതയുടെ അടുത്തേക്ക് പോകാണ്. വനം പ്രജ്വലയൻ രമ്യം രാമാശ്രമപദം ചതൽ മനോഹരം ദർശനീയം രൂപം കൃത്വാ സ രാക്ഷസ പ്രലോഭനാർത്ഥം വൈദേഹ്യ നാനാധാതു വിചിത്രിതം വിചരൻ ഗച്ഛതേതാനി ഷഡ്വലാനി സമന്തതാം. ആ നിശാചരൻ മനം കവരുന്നതും കാണേണ്ടതുമായ ഒരു രൂപം കൈക്കൊണ്ട് വനത്തെയും രമ്യമായ രാമാശ്രമത്തെയും ശോഭിപ്പിച്ചുകൊണ്ട് വൈദേഹിയെ ഭ്രമിപ്പിക്കാൻ നാനാധാതു വിചിത്രമായ ആ പുൽമേടുകളിലെങ്ങും മേഞ്ഞു നടന്നു. രൗപ്യർബിന്ദുശതൈഛിത്രം ഭൂത്വാച പ്രിയദർശന വിടപീനാം കിസലയാൻ ഭക്ഷയൻ വിചചാരഃ. വെള്ളിപുള്ളികളാൽ ഭംഗിയാർന്ന പ്രിയദർശനൻ വൃക്ഷങ്ങളുടെ തളിരിലകൾ തിന്നുകൊണ്ട് അവിടെയെല്ലാം സഞ്ചരിച്ചു. കദളീഗൃഹകം ഗത്വാ കർണികാരാണിതസ്തത സമാശ്രയൻ മന്ദഗതി സീതാസന്ദർശനം തഥാ. അവൻ ആ കദളിത്തോപ്പിലും പിന്നെ കർണികാര വനത്തിലും ചുറ്റി നടന്ന് പിന്നീട് സാവധാനം സീത കാണത്തക്ക വിണ്ണം ചെന്നു. രാമാശ്രമത്തിനടുത്ത് സീത കാണുന്ന വിധത്തിൽ അവിടെയും ചെന്നു. രാജീവചിത്രപൃഷ്ട സ വിരരാജമഹാമൃഗ രാമാശ്രമപദാഭ്യാസേ വിചചാരയഥാസുഖം. താമരൈതളിനോടൊത്ത പുറവടിയോടെ ആ വലിയ മാൻ രാമാശ്രമത്തിനരികെ സുഖമായി വിഹരിച്ചു. പുനർഗത്വാ നിവൃത്തശ്ച വിചചാരമൃഗോത്തമാ ഗത്വാ മുഹൂർത്തം തുരയാ പുനഃപ്രതിനിവർത്തതേ. ആ ഉത്തമ മൃഗം ദൂരത്തേക്ക് പോയും പിന്തിരിഞ്ഞും സഞ്ചരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നും തിരിച്ചു പോന്നും അങ്ങനെ സഞ്ചരിച്ചു. ആ മാൻ ചുറ്റി നടന്നു. കുറച്ചു ദൂരം വെമ്പിപ്പാഞ്ഞു പോകും, പിന്നെയും തിരിച്ചു പോരും. അങ്ങനെ പല പ്രാവശ്യം. വിക്രീഡംശ പുനർഭൂമോ പുനരേവ നിഷീദതി ആശ്രമദ്വാരമാഗമ്യ മൃഗയൂഥാനി ഗച്ഛതേ. മൃഗയൂഥൈരനുഗത പുനരേവ നിവർത്തതേ സീതാദർശനമാകാംക്ഷൻ രാക്ഷസോ മൃഗതാം ഗത. പരിഭ്രമതി ചിത്രാണി മണ്ഡലാനി വിനിഷ്പതൻ സമുദ്ദീക്ഷ്യ ച സർവേ തം മൃഗായേന്യേവ നേചരാ. ഉപഗമ്യ സമാഘ്രായ വിദ്രവന്തി ദിശോ ദിശ രാക്ഷസസ്സോപിതാൻ വന്യാൻ മൃഗാൻ മൃഗവധേരതാം.
പ്രച്ഛാദനാർത്ഥം ഭാവസ്യ ന ഭക്ഷയതി സംപൃഷൻ തസ്മിന്നേവ തതക്കാലേ വൈദേഹീ ശുഭലോചന കുസുമാപജയേ വ്യഗ്രാ പാദപാനത്യവർത്തത കർണികാരാൻ അശോകാംശ ചൂതാംശമതിരേക്ഷണ കുസുമാന്യപജിന്വന്തി ചചാരരുചിരാനന അനർഹാവനവാസസ്യ സാ തം രത്നമയം മൃഗം മുക്താമണിവിചിത്രാംഗം ദദർശ പരമാംഗനാ തം വൈ രുചിരദന്തോഷ്ടം രൂപ്യധാതുതനൂരുഹം വിസ്മയോത്ഫുല്ലനയന സസ്നേഹം സമുദൈക്ഷത സജതാം രാമദയിതാം പശ്യന്മായാമയോ മൃഗാ വിജചാരതതസ്തത്ര ദീപയന്നിവ തദ്വനം അദൃഷ്ടപൂർവം ദൃഷ്ട്വാ തം നാനാരത്നമയം മൃഗം വിസ്മയം പരമം സീതാ ജഗാമ ജനകാത്മജാ. ആ മാൻ കളിച്ചുകൊണ്ടിരിക്കുകയും വീണ്ടും നിലത്ത് കിടക്കുകയും ചെയ്യും. ആശ്രമത്തിൻ്റെ വാതിൽക്കൽ വരും. മാൻകൂട്ടങ്ങൾക്ക് പിറകെ പായും. സീത കണ്ടെത്തുവാൻ വേണ്ടി മാനായിത്തീർന്ന രാക്ഷസൻ പലതരത്തിലും വട്ടം തിരിഞ്ഞ് ചുറ്റി നടന്നു. അതിനെ കണ്ട് മറ്റുള്ള കാട്ടുമാനുകളെല്ലാം ചെന്ന് മണത്തു നോക്കി. പെട്ടെന്ന് പല ദിക്കുകളിലേക്കും പാഞ്ഞുപോയി ഭയപ്പെട്ടിട്ട്. ഇത് സാധാരണ മാനല്ല, മറ്റേതോ രാക്ഷസനാണെന്ന് അവർക്ക് ബോധ്യം വന്നിട്ടുണ്ടാവും. അവർ ഭയപ്പെട്ട് ഓടിപ്പോയി. മൃഗഭക്ഷകനായ രാക്ഷസനോ മാരീചനാണെങ്കിൽ സ്വഭാവത്തെ മറയ്ക്കാൻ വേണ്ടി കാട്ടിലുള്ള ആ മൃഗങ്ങളെ തിന്നാതെ തൊട്ടുരുമ്മി നിന്നു. സ്നേഹം നടിച്ച് നിൽക്കുകയുള്ളൂ. അവരല്ലെങ്കിൽ രാക്ഷസനാണ്, മാനിനെ കണ്ടു കഴിഞ്ഞാൽ കൊന്നു തിന്നില്ലേ. അങ്ങനെയൊന്നും ചെയ്യാതെ സീതയെ പ്രലോഭിപ്പിക്കലാണല്ലോ ഉദ്ദേശം. അതുകൊണ്ട് സ്വന്തം ഭാവത്തെ മറയ്ക്കാൻ വേണ്ടി ആ മാരീചൻ അങ്ങനെ നിന്നു. അതേ നേരത്ത് അവിടെ ശുഭലോചനയായ വൈദേഹി, സൗന്ദര്യവതിയായ സീതാദേവി പൂ പറിക്കാൻ വേണ്ടി ആ തോട്ടത്തിലേക്ക് ഇറങ്ങി. സീത കർണികാരങ്ങളിലും അശോകങ്ങളിലും മാവുകളിലും നിന്ന് പൂക്കളെല്ലാം നുള്ളി കൊണ്ട് നടന്നു. വനവാസാനുചിതയായ ആ പരമാംഗന സീതാദേവി അപ്പോഴാ മുത്തുമണികൾ അണിഞ്ഞ രത്നമയമായ മാനിനെ കണ്ടെത്തി. അങ്ങനെ പൂ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീതാദേവി ആ മാനിനെ കണ്ടു. രുചിര ദന്താധരിയായ എന്ന് പറഞ്ഞാൽ സൗന്ദര്യവതിയായ മുഖത്തോടു കൂടിയ ദന്തങ്ങളും അധരങ്ങളുമെല്ലാം നല്ല സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അങ്ങനെയുള്ള സീതാദേവി വിസ്മയത്താൽ വിടർന്ന കണ്ണുകളോടെ ഭയങ്കര അത്ഭുതം, ഇങ്ങനൊരു മാനോ എന്ന് തോന്നി. രജതധാതു സമമായ രോമങ്ങളുള്ള അതിനെ സ്നേഹപൂർവ്വം നോക്കി. വെള്ളി പോലെ ഉള്ള രോമങ്ങളുള്ള ആ മാനിനെ സ്നേഹത്തോടുകൂടി വീക്ഷിച്ചു സീതാദേവി. ആ മായാമയമായ മൃഗവും രാമദീതയായ സീതയെ നോക്കിക്കൊണ്ട് വീണ്ടും ആ വനത്തെയാകെ പ്രകാശിപ്പിക്കുമാറ് എങ്ങും വിഹരിച്ചു. മുമ്പ് കണ്ടിട്ടില്ലാത്ത നാനാരത്നമയമായ ആ മാനിനെ കണ്ട് സീത അത്യന്തം ആശ്ചര്യപ്പെട്ടു. ആ രാമലക്ഷ്മണന്മാരെ വിളിച്ച് വേഗം ആ മാനിനെ കാണിച്ചു കൊടുക്കുകയാണ് സീത. ആ ഭാഗമൊക്കെ ഇനി അടുത്ത സർഗത്തിലാണ് പറയുന്നത്. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ധർമ്മേണ മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.